ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും തുടർച്ചയായി ഇന്ത്യയെ അവഹേളിക്കുന്ന പരാമർശം നടത്തുമ്പോഴും മൗനം തുടരുകയാണ് മോദി സർക്കാർ. അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ശ്രമം തുടരുകയാണെന്ന വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത് മോദി സർക്കാരിന്റെ US വിധേയത്വം ഇപ്പോഴും തുടരുന്നതിന്റെ തെളിവാണ്. ഇന്ത്യക്കുമേൽ 50% പ്രതികാര തീരുവ അടിച്ചേൽപ്പിച്ചിട്ടും വ്യാപാര കരാറിനായി അമേരിക്കയോട് കെഞ്ചുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ തലകുനിച്ച് മോദി നിൽക്കുന്നത്. US താൽപര്യങ്ങൾക്ക് മുൻതൂക്കമുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഉടൻ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമാണ് ഇതിന് മുന്നോടിയായി നടത്തുന്നത്. ട്രംപിന്റെയും അനുയായികളുടെയും അധിക്ഷേപ പരാമർശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക, ട്രംപിന് അതൃപ്തിയുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ ഇടപെടൽ പൂർണ്ണമായും തള്ളാതിരിക്കുക തുടങ്ങിയ അടവുകൾ പയറ്റാനുള്ള നീക്കമാണ് മോദി ഇപ്പോൾ നടത്തുന്നത്. ട്രംപിന്റെ പ്രീതി നഷ്ടപ്പെടുത്താതിരിക്കാനും അമേരിക്കയോടുള്ള വിധേയത്വം തുടരാനും വേണ്ടി രാജ്യത്തിന്റെ ആത്മാഭിമാനം പോലും പണയം വെച്ച് മുന്നോട്ടു പോകാൻ മോദി സർക്കാർ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്നും പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും പറഞ്ഞ് അപമാനിച്ചിട്ടും മിണ്ടാതിരുന്ന മോദിയാണ് മുഖസ്തുതിക്ക് മുന്നിൽ ചാടി വീണത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാത്ത ട്രംപിനെ പോലൊരാളെ ചേർത്തുപിടിക്കാൻ കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ മുൻ അനുഭവങ്ങളൊക്കെ മറന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചോർത്ത് സഹതാപമാണ് തോന്നുന്നത്.